ശ്രദ്ധക്കുറവും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ കാരണം, അതായത് ADHDയുടെ ചില ലക്ഷണങ്ങൾ ഉള്ളത് കാരണം ലൈഫിൽ പൊറുതിമുട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അറിയാതെ പോകരുത്. നമുക്ക് ഉറപ്പായിട്ടും ഒരു ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് ഒക്കെ ആവശ്യമാണ്. നമ്മളിരിക്കുന്ന ടേബിളിൽ വളരെ കളർഫുൾ ആയിട്ട് സ്റ്റിക്കി നോട്ട്സും വിഷ്വൽ കോഡ്സും ഒക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ അത്യാവശ്യമാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത് പ്ലാൻ ചെയ്ത് അതിന്റെ ഒരു ഷീറ്റ് കയ്യിൽ പിടിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അത് നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ഒരു രീതിയിൽ നമ്മുടെ ടൈം നമുക്ക് ക്രമീകരിക്കാം എന്ന് മനസ്സിലാക്കാനാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കണം ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗോളുകൾ ഒരുപാട് ഉണ്ടാവണം. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് വേണം ഒരു ദിവസത്തെ നമ്മൾ കംപ്ലീറ്റ് ആക്കാനായിട്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ, അറ്റൻഷൻ കൂട്ടാൻ വേണ്ട എല്ലാ ഇംപ്രൂവ്മെന്റ് സ്ട്രാറ്റജീസും അത്യാവശ്യം തന്നെയാണ്. യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം. ഇനി നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പിയോ ചില കേസുകളിൽ മെഡിസിനോ ആവശ്യമായിട്ട് വരും. അതും കണ്ടറിഞ്ഞൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ADHD ഉള്ളവർക്ക് അത് വലിയ ഉപകാരപ്രദം തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ ദിവസത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ തീരെ ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ എല്ലാ ദിവസങ്ങളും അവസാനിക്കുകയുമില്ല.